ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇന്ന് നമുക്കൊരു കുനാഫി ഉണ്ടാക്കാം. ഇതിൻ്റെ ഫില്ലിങ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒപ്പം ഷുഗർ സിറപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കുക. പിന്നെ കൊക്കോ പൗഡറും കോൺഫ്ലവറും കൂടി ചേർത്തേക്കണം. ഇപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പാലാണ് ഞാനിപ്പോൾ ചേർത്തേക്കുന്നത്. പാലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ പഞ്ചസാര ഈ സമയത്ത് പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ വേഗം അതിൻ്റെ അകത്ത് ഡിസോൾവ് ആകും. അല്ലാന്നുണ്ടെങ്കിൽ ഡിസോൾവ് ആവാൻ പാടായിരിക്കും. കുറേ സമയം നമ്മളത് നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പഞ്ചസാര. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും ഒരു പാനിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഒന്ന് അരിച്ചെടുത്തേക്കുക. അപ്പോൾ കൊക്കോ പൗഡറിലെ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലങ്ങ് പൊയ്ക്കോളും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ഈ സോസ് ചെയ്യുന്നത്. അതൊന്ന് നോക്കിയേക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തേക്കുന്നത്. 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഈ സോസ് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ കോൺഫ്ലവറൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വേഗം കുറുകും ഇത്. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഡയറി മിൽക്കിൻ്റെ 20 രൂപയുടെ 2 പാക്കറ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വേറെ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതിലൊന്ന് നന്നായിട്ട് ഡിസോൾവ് ആക്കി എടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഇടണ്ടെന്നുണ്ടവർക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാം. ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കേണ്ട സോസ്. പിന്നെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം ഇനി അടുത്തതായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷുഗർ 1 കപ്പ് എടുക്കുക. 1 കപ്പ് ഷുഗറിന് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നോൺ സ്റ്റിക്ക് പാനിൽ ഷുഗർ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഡിസോൾവ് ആക്കി എടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. പഞ്ചസാര എല്ലാം അലുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീ ഓഫാക്കുക. എന്നിട്ട് ഇതിലേക്ക് വാനില എസൻസ് 2 ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തേക്കുക. പിന്നെ കുനാഫയിൽ ഒഴിക്കുന്ന സിറപ്പിന് അധികം തിക്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അധികം ടൈറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി അത് കട്ടിയാവും. അതുകൊണ്ട് ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കാൻ നിൽക്കരുത്. ഇനി അടുത്തായിട്ട് നമുക്ക് കുനാഫ സെറ്റ് ചെയ്യാം. അപ്പോൾ കുനാഫയിൽ ഞാനിപ്പോൾ കുനാഫ ഡൗ ആണ് ഉപയോഗിച്ചേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വെർമിസെല്ലി ഏറ്റവും കനം കുറഞ്ഞ് നോക്കി എടുക്കാം. ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതും അൺസോൾട്ടഡ് ബട്ടറാണ്. ഒരു 7-8-9 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നല്ല ടൈറ്റായിട്ട് വരുന്നിടം വരെ നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1 പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതേ ഉള്ളൂ, സ്റ്റൗ ഓൺ അല്ല. അടുത്തായിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോഴും ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓൺ ആക്കാം. എന്നിട്ട് ഈ ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചുറ്റിനും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ കുനാഫ ഡൗ ഇതിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ പരത്തണം. നല്ലൊരു ഷേപ്പ് നമ്മൾ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുക. ഒത്തിരി അങ്ങ് വലുതാക്കാനും കട്ടി കൂട്ടാനും നിൽക്കണ്ട. കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുത്തേക്കണം. ഇതൊന്ന് ഷേപ്പാക്കി കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി ടൈറ്റ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഒത്തിരി അങ്ങ് ശക്തി കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഷേപ്പൊക്കെ ആക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് സോസ് കുറച്ചായിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് സൈഡിലോട്ടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, നടുക്ക് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡിലേക്കൊക്കെ ഒഴിച്ചാൽ ഈ ചോക്ലേറ്റ് ചൂടാകുമ്പോഴത്തേക്കും മെൽറ്റായിട്ട് ഒഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നടുക്ക് മാത്രം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കട്ടിയിൽ ഒഴിച്ച് കൊടുക്കാൻ നോക്കണം. ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ലെയർ നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഒത്തിരി അമർത്താനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി.
ഞാനിപ്പോൾ ഇത് പാനിലാണ് ചെയ്യുന്നത്. ഓവനിലാണെന്നുണ്ടെങ്കിൽ ഈ സെയിം പ്രോസസ്സ് തന്നെ ട്രേയിൽ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് തീ ഓണാക്കി കൊടുക്കുക. എന്നിട്ടൊരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തീ ഓഫാക്കുക. എന്നിട്ട് ഇതിനെ ഫ്ലിപ്പ് ചെയ്തിടണം. അപ്പോൾ ഇങ്ങനെ ഒരു അടപ്പ് വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തേക്കുക. അപ്പോൾ അടുത്ത സൈഡും അതിൻ്റെ വെന്ത് കിട്ടും. അതും ഒരു 6 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഒരു നോക്കാം. അപ്പോൾ പാനിൽ നമ്മൾ ചോക്ലേറ്റ് കുനാഫ ഉണ്ടാക്കിയേക്കാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്